പകരക്കാരനായി എത്തിയ പടത്തിനാണോ നേരത്തെ കമ്മിറ്റ് ചെയ്ത സിനിമയ്ക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? തീർച്ചയായും തനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സിനിമയ്ക്ക് തന്നെയാണ്. അതാണ് അഖിൽ സത്യന്റെ പടം. നിവിൻ ചെയ്തതാണ് ശരിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. മറ്റു പടങ്ങളുടെ തിരക്കിനിടയിലും ചില ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ബേബി ഗേൾ ചെയ്യാമെന്നാണ് നിവിൻ ലിസ്റ്റിനോട് വാക്ക് പറഞ്ഞത്. നടൻ നിവിൻ പോളി ആണെന്ന് ലിസ്റ്റിൻ പറയുന്നില്ല, എന്നാൽ അല്ല എന്നും പറയുന്നില്ല. അതായത് ഒരു അഴകുഴമ്പൻ നിലപാട്. ഒന്നുകിൽ നടന്റെ പേര് തുറന്നു പറയണമായിരുന്നു, അല്ലെങ്കിൽ ഈ വിഷയം പൊതുമധ്യത്തിൽ പറയാനേ പാടില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കുടുങ്ങിയ അവസ്ഥയിലാണ് ലിസ്റ്റിൻ സീഫ് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അൻഷാദ് മില്യാസ്. കഴിഞ്ഞ 2 ദിവസമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സീഫൻ പൊതുവേദിയിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടരുകയാണല്ലോ. ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് ലിസ്റ്റിൻ സീഫൻ. ഒരു നടൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നാണല്ലോ അന്ന് ലിസ്റ്റിൻ സീഫൻ പറഞ്ഞത്. ആ നടൻ നിവിൻ പോളിയാണെന്ന് വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ലിസ്റ്റിൻ സീഫൻ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ലിസ്റ്റിന്റെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. നിവിൻ പോളി ബേബി ഗേൾ എന്ന സിനിമയുമായി നിസ്സഹരിക്കാനുണ്ടായ കാരണങ്ങളെപ്പറ്റി വ്യക്തത വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ലിസ്റ്റിൻ സീഫൻ ഇന്ന് നൽകിയ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വിശദമായി വരാം. എന്താണ് ലിസ്റ്റിൻ ഇന്ന് വിശദീകരിക്കുന്നത്? താൻ നടന്റെ പേര് പറഞ്ഞിട്ടില്ല, മറ്റുള്ളവർ പറയുന്നതിന് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയാണ് ലിസ്റ്റിൻ ഇപ്പോൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളിലെ ഫാൻ ബേസ്, ആർമി, അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നത്. എന്താണ് ഇവിടെ? ഞാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞോ? പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ, നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും. അതായത് നടൻ നിവിൻ പോളി ആണെന്ന് ലിസ്റ്റിൻ പറയുന്നില്ല, എന്നാൽ അല്ല എന്നും പറയുന്നില്ല. അതായത് ഒരു അഴകുഴമ്പൻ നിലപാട്. ഒരു നടൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളുടെ പേര് പൊതുമധ്യത്തിലേക്ക് ഇട്ടുകൊടുത്ത ശേഷമാണ് ലിസ്റ്റിൻ ഇത് പറയുന്നത്. പൊതുമധ്യത്തിലേക്ക് പേരിട്ടില്ല, പക്ഷേ ഒരു കൃത്യമായ സൂചന ലിസ്റ്റിൻ അന്ന് പറഞ്ഞപ്പോൾ നൽകിയിരുന്നു. അത് ശരിയായ രീതിയല്ല. ലിസ്റ്റിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന, നിരന്തരം സിനിമകൾ നിർമ്മിക്കുന്ന വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്രമാത്രം വിഷമം വന്നിട്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചതെന്നാണ് ലിസ്റ്റിൻ ഇന്ന് പറയുന്നത്. ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് നടന്റെ പേര് പറയാത്തത് എന്നും ലിസ്റ്റിൻ പറയുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അസോസിയേഷനിൽ പരാതി കൊടുക്കും, അപ്പോൾ നടന്റെ പേര് പുറത്തു വരും എന്നൊക്കെയാണ് ലിസ്റ്റിൻ വിശദീകരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം കിടക്കുന്നത്. ഒന്നുകിൽ നടന്റെ പേര് തുറന്നു പറയണമായിരുന്നു, അല്ലെങ്കിൽ ഈ വിഷയം പൊതുമധ്യത്തിൽ പറയാനേ പാടില്ലായിരുന്നു. താൻ വിളിച്ചുകൂട്ടിയ ആളുകളുടെ മുന്നിലാണ് ഇക്കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഈ പ്രസ്താവന നടത്തിയത് എന്നാണ് മനോരമ ന്യൂസിനോട് ലിസ്റ്റിൻ പ്രതികരിക്കുന്നത് കണ്ടത്. അതെങ്ങനെ ശരിയാകും? ലിസ്റ്റിൻ വിളിച്ചുകൂട്ടിയ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എങ്കിലും അതൊരു പൊതു ചടങ്ങായിരുന്നു, അല്ലാതെ ഒരു സ്വകാര്യ ചടങ്ങല്ലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ചടങ്ങ്. അവിടെ നിരവധി ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ താൻ പറയുന്ന വീഡിയോ പുറത്തുവിടുമെന്ന് ലിസ്റ്റിന് കൃത്യമായി അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിൻ ആ പ്രസ്താവന നടത്തിയതും. എന്നിട്ട് അതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു എന്നൊക്കെ പറയുന്നത് നിലപാടില്ലായ്മയാണ്. അല്ലെങ്കിൽ താൻ പറഞ്ഞതിൻ്റെ വീഡിയോ പുറത്തുവിടരുത് എന്ന് ലിസ്റ്റിൻ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോട് നിർദ്ദേശിക്കണമായിരുന്നു. അതുണ്ടായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞു കുടുങ്ങിയ അവസ്ഥയിലാണ് ലിസ്റ്റിൻ സീഫ് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഇക്കാര്യം പൊതുമധ്യത്തിൽ പറഞ്ഞതോടെ ചർച്ചകളിൽ സഹകരിക്കാൻ നിവിൻ പോളി തയ്യാറാകുന്നില്ല എന്നാണ് സൂചന. അല്ലെങ്കിൽ തന്നെ നമ്മളായാൽ സഹകരിക്കുമോ? സിനിമയിൽ നിവിൻ പോളി തന്നെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലിസ്റ്റിൻ സീഫൻ ഇക്കാര്യം പൊതുമധ്യത്തിൽ പറയുമായിരുന്നു, അല്ലെങ്കിൽ പറയാൻ പാടുണ്ടായിരുന്നു. നിവിൻ പോളിയുടെ പേര് ചർച്ച ചെയ്ത് കുറ്റവിചാരണ നടത്താൻ ഇട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ, അതായത് ഇന്ന് നൽകിയ വിശദീകരണത്തിലും നിവിൻ പോളിയാണ് താൻ ഉദ്ദേശിക്കുന്ന നടൻ എന്ന് ലിസ്റ്റിൻ പറയാതെ പറയുന്നുണ്ട്. മാത്രമല്ല നിവിൻ പോളി അല്ല ആ നടൻ എന്ന് പറയുന്നുമില്ല. അതായത് നിവിൻ പോളിയുടെ പേര് ചർച്ചയാക്കി തന്നെ പ്രശ്നം തീർക്കണമെന്ന നിലപാടാണ് ലിസ്റ്റിൻ ഉള്ളത് എന്ന് വ്യക്തം. അത് ശരിയാണോ എന്ന് ലിസ്റ്റിൻ ചിന്തിക്കണം. ഒട്ടുമിക്ക സിനിമകളിലും പ്രധാനപ്പെട്ട നടൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. അത് പിന്നീട് നമ്മൾ അറിയാറുമുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു സിനിമയ്ക്ക് മാത്രമല്ല, പ്രധാനപ്പെട്ട നടന്മാർ മിക്കവാറും ഡേറ്റ് കൊടുക്കുക.
പല സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് പ്രധാന നടന്മാരുടെ രീതി, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളുടെ, സൂപ്പർ താരങ്ങളുടെ രീതി. അതിനിടയിൽ ചില ഡേറ്റുകൾ ക്ലാഷ് ആകുന്നത് സ്വാഭാവികമാണ്. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ നിവിൻ്റെ നിസ്സഹരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, ബേബി ഗേൾ എന്ന സിനിമയിൽ നിവിൻ പോളി വരുന്നത് പകരക്കാരനായിട്ടാണ്. കുഞ്ചാക്കോ ബോബൻ പിന്മാറിയപ്പോൾ വളരെ ഷോർട്ട് പീരീഡിലാണ് നിവിൻ പോളി ഈ സിനിമ ഏറ്റെടുക്കുന്നത്. അതിന് കാരണം ലിസ്റ്റിനുമായി ഉണ്ടായിരുന്ന നിവിൻ പോളിയുടെ ബന്ധവും അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. മറ്റു പടങ്ങളുടെ തിരക്കിനിടയിലും ചില ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ബേബി ഗേൾ ചെയ്യാമെന്നാണ് നിവിൻ ലിസ്റ്റിനോട് വാക്ക് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞു തന്നെയാണ് സിനിമയുടെ കരാർ ഒപ്പിട്ടതും പൂജയ്ക്ക് നിവിൻ പോളി വന്നതും. എന്നാൽ സിനിമ തുടങ്ങിയതോടെ ലിസ്റ്റിനും സംവിധായകനും ബേബി ഗേൾ സിനിമയ്ക്ക് നിവിൻ പ്രാധാന്യം കൊടുക്കണം എന്ന നിലപാടെടുത്തു. അതായത് ഈ സിനിമയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം, ബാക്കിയെല്ലാം പിന്നീട്. എന്നാൽ നിവിന് അത് സാധിക്കില്ലായിരുന്നു. കാരണം അഖിൽ സത്യൻ്റെ പടം നിവിൻ നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തനിക്ക് പോകണമെന്ന് നിവിൻ ലിസ്റ്റിനോട് ആദ്യമേ തന്നെ പറയുകയും ചെയ്തിരുന്നു. സംവിധായകൻ അരുൺ വർമ്മയോടും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം കേൾക്കാതെ സംവിധായകനും ലിസ്റ്റിനും ഷൂട്ട് ഷെഡ്യൂൾ ചെയ്തതാണ് സത്യത്തിൽ പ്രശ്നമായത്. തിരുവനന്തപുരത്തെ ലൊക്കേഷനിൽ നിന്ന് വൈക്കത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷനിലേക്ക് ഷൂട്ടിംഗ് ഷിഫ്റ്റ് ചെയ്തതോടെ നിവിൻ ലൊക്കേഷനിലേക്ക് ചെന്നില്ല. മാത്രമല്ല അഖിൽ സത്യൻ്റെ സിനിമയിൽ ചേരുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. അതായത് നിവിൻ്റെ പക്ഷത്തു നിന്ന് നോക്കിയാൽ അത് ശരിയാണെന്ന് തന്നെ പറയാം. പകരക്കാരനായി എത്തിയ പടത്തിനാണോ നേരത്തെ കമ്മിറ്റ് ചെയ്ത സിനിമയ്ക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? തീർച്ചയായും തനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സിനിമയ്ക്ക് തന്നെയാണ്. അതാണ് അഖിൽ സത്യൻ്റെ പടം. നിവിൻ ചെയ്തതാണ് ശരിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം അഖിൽ സത്യൻ്റെ ചിത്രം നിവിൻ പോളിയുടെ തിരിച്ചുവരവിന് ആക്കം കൂട്ടുന്ന ചിത്രമായിരിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ലിസ്റ്റിൻ നിവിൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ വാർത്തകളാണ് വന്നത്. അത് ശരിയായില്ല എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. അതല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വ്യക്തമാവുകയാണ്. നിവിൻ്റെ അടുത്ത വൃത്തങ്ങൾ മൗനം പാലിച്ചതാണ് ആ ഘട്ടത്തിൽ അത്തരം വാർത്തകൾ വരാൻ കാരണമായത്. അതായത് അവരൊരു വ്യക്തത വരുത്താൻ തയ്യാറായില്ല. അവർ ആദ്യമേ വ്യക്തത വരുത്തിയിരുന്നു എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയുടെ പേര് വന്നാൽ പോലും ഒരുപക്ഷെ ആ കാര്യത്തിൽ ഒരു കൃത്യമായ കാര്യങ്ങൾ എന്താണ് എന്ന് പുറത്തു വരുമായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു കുടുങ്ങിയ അവസ്ഥയിലാണ്. ഞാൻ ഒരു അസോസിയേഷന്റെ തലപ്പത്ത് ഇരിക്കുന്നു, അവരിൽപ്പെട്ട ഒരാളാന്ന് വെച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അസോസിയേഷനിലേക്ക് ആ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ വെച്ച് മോശമായിട്ട് സംസാരിക്കാനോ ആ ആർട്ടിസ്റ്റിന്റെ പേര് പുറത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടിട്ടാണ്. ഇവിടെ അത്രമാത്രം ആർട്ടിസ്റ്റുകളുണ്ടോ? വിഷയത്തിൽ സംഘടനകളെ ബന്ധപ്പെടുത്താതെ പൊതുവേദിയിൽ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് ഒരു നടന്റെ പേര് അലക്കാൻ ഇട്ടുകൊടുത്തത് ശരിയായില്ല എന്നാണ് ഭൂരിഭാഗം നിർമ്മാതാക്കളും പറയുന്നത്. ഫിലിം ചേംബറും അമ്മയുമെല്ലാം ലിസ്റ്റിനെടുത്ത ഈ നിലപാടിനോട് വിയോജിപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതാരും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. സത്യത്തിൽ ലിസ്റ്റിൻ ചെയ്തത് ശരിയല്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് എല്ലാവരും എത്തുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോ കണ്ടിട്ട് നിവിൻ പോളി ചെയ്തതാണോ ലിസ്റ്റിൻ പറഞ്ഞതാണോ ശരി? അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.